ആർഡിഎക്സ് ആദ്യ വിഷയത്തിലേക്ക്. ട്രാവൽ വിത്ത് ജോ. ജ്യോതി മൽഹോത്ര എന്ന ട്രാവൽ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറുടെ ഈ പേരിലുള്ള സോഷ്യൽ മീഡിയ പേജുകളിലെ ഫോളോവേഴ്സിന്റെ വലുപ്പം ചെറുതല്ല. യൂട്യൂബിൽ 3,70,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 1,32,000 ഫോളോവേഴ്സ് ഉണ്ട്. അങ്ങനെ സാമൂഹിക മാധ്യമ സെൻസേഷനായിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം രാജ്യത്തെ ഒറ്റിയവളെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. പാക് ചാരസംഘടനയുമായി ജ്യോതിയുടെ ബന്ധം തെളിയിക്കുന്ന വാട്സപ്പ്, ടെലഗ്രാം ചാറ്റുകളും കണ്ടെത്തി. പഹൽഗാം ആക്രമണത്തിന് തൊട്ടുമുൻപായി ജ്യോതി നടത്തിയ പാകിസ്ഥാൻ യാത്രയും അതിനു മുൻപ് കശ്മീരിലെ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചതും ചാരവൃത്തിയുടെ ഭാഗമായിരുന്നോ എന്നുകൂടി കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമം. ആരാണ് ഇന്ത്യയെ ഒറ്റിയ ഈ ജ്യോതി മൽഹോത്ര? രാജ്യം മുഴുവനും വിദേശത്തും യൂട്യൂബർ എന്ന വിലാസവുമായി ഇവർ കറങ്ങി നടന്നത്, കേന്ദ്ര സർക്കാർ പരിപാടികളിൽ VIP പാസുമായി പങ്കെടുത്തത്, കേരളത്തിലടക്കം എത്തിയത് ചാരപ്പണിക്ക് തന്നെയായിരുന്നോ? ആദ്യം കണ്ടുവരാം RDX റാപ്പ് 59 സെക്കൻഡിൽ. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് ഈ മാസം 16-നാണ് യൂട്യൂബർ ജ്യോതി മൽഹോത്ര ഹിസാർ പോലീസിന്റെ പിടിയിലാകുന്നത്. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷ് മുഖേന ജ്യോതി പല വിവരങ്ങളും പാക് ചാരസംഘടനയിൽപ്പെട്ടവർക്ക് കൈമാറിയെന്നാണ് കണ്ടെത്തൽ. പാക് ചാരസംഘടന ഉദ്യോഗസ്ഥരുമായി ജ്യോതി അടുത്ത ബന്ധം പുലർത്തിയതിന് തെളിവുകളും ലഭിച്ചു. 3 തവണ പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയ ജ്യോതി കഴിഞ്ഞ വർഷം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലും പങ്കെടുത്തിരുന്നു. ആവശ്യമായ എല്ലാ അനുമതിയും ലഭിച്ച ശേഷമാണ് മകൾ പാകിസ്ഥാനിലേക്ക് പോയതെന്നും കള്ളക്കേസാണെന്നും ആദ്യം പറഞ്ഞ പിതാവ് ഹരീഷ് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നതോടെ മലക്കം മറിഞ്ഞു. മകൾ പാകിസ്ഥാനിൽ പോയതിനെ കുറിച്ച് അറിയില്ലെന്നാണ് പുതിയ പ്രതികരണം. പഹൽഗാം ആക്രമണത്തിന് മുമ്പ് ജ്യോതി പാകിസ്ഥാനിലും ശേഷം കശ്മീരിലും പോയതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ജ്യോതിയുടെ യാത്രകൾക്ക് പിന്നിലെ ലക്ഷ്യവും ചാരപ്രവർത്തനം ആയിരുന്നോ എന്നും യാത്രയിൽ എന്തൊക്കെയാണ് ഇവർ ചെയ്തതെന്നും അന്വേഷിക്കുന്നുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. ജ്യോതി മൽഹോത്രയ്ക്ക് BJP ബന്ധമുണ്ടെന്ന ആരോപണവും ഇതിനിടെ വലിയ വാർത്തയാകുന്നുണ്ട്. പാകിസ്ഥാൻ യാത്രാ വ്ലോഗിൽ വാഗ അതിർത്തിയിൽ പാസ്പോർട്ട് പരിശോധനയ്ക്കിടെ BSF ജവാനോട് ഹരിയാന BJP എന്ന് ജ്യോതി പറയുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഉദ്യോഗസ്ഥൻ തിരികെ BJP ആണ് നമുക്ക് ആവശ്യമെന്ന് ജ്യോതിയോടും പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. ഹരിയാനയിലെ കേന്ദ്ര സർക്കാർ പരിപാടികളിലും VIP പാസുമായി ജ്യോതി സജീവമായിരുന്നു. ഈ വീഡിയോകളെല്ലാം അവരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ ഇപ്പോഴുമുണ്ട്. ഇവരുടെ ഫോളോവർമാരിലും വലിയൊരു പങ്ക് സംഘപരിവാർ അനുകൂലികളുണ്ട്. ഞാൻ ഹരിയാന BJP ആണെന്ന് ജ്യോതി മൽഹോത്ര അവകാശപ്പെടുന്ന വീഡിയോ ഒന്ന് കണ്ടുവരാം. लीजिए यहाँ से अभी करेंगे भाई अपना इंडियन, लीजिए पासपोर्ट हाथ में और अपना चलेंगे अभी. हाँ जी सर, हरियाणा BJP चाहिए हमारे को तो. चलो जी, तो ये हो गया भाई अपना इंडिया का बॉर्डर क्रॉस. नाउ वी आर एट 0 लाइन. दिस इज आवर 0 लाइन. ആരാണ് ഈ ജ്യോതി മൽഹോത്ര? ഹരിയാനയിലെ ഹിസാർ സ്വദേശിയായ ട്രാവൽ ലൈഫ് സ്റ്റൈൽ വ്ലോഗറാണ്. യൂട്യൂബിൽ നേരത്തെ പറഞ്ഞതുപോലെ 3,70,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 1,30,30,000 ഫോളോവേഴ്സ് ഉണ്ട്. ജ്യോതിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ പേര് ട്രാവൽ വിത്ത് ജോ എന്നാണ്. ആഡംബര സോളോ ട്രാവലിംഗ് ആണ് ജ്യോതിയുടെ വീഡിയോകളുടെ പ്രത്യേകത. പലതവണ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. ജ്യോതി ആദ്യമായി പാകിസ്ഥാൻ സന്ദർശിച്ചത് 2023-ലാണ്. 3 തവണ ഇതിനിടെ ഇതുവരെ പാകിസ്ഥാനിലെത്തി. പാകിസ്ഥാനെ പ്രശംസിച്ച് ജ്യോതിയുടെ അക്കൗണ്ടിൽ നിരവധി വീഡിയോകളുണ്ട്. വീഡിയോകൾ പാകിസ്ഥാനിലെ ഇന്ത്യൻ പെൺകുട്ടി എന്ന ക്യാപ്ഷനോടെയാണ്. പാക് നഗരങ്ങളുടെയും യാത്രാ സൗകര്യങ്ങളുടെയും ആഡംബരത്തെക്കുറിച്ച് കണ്ടന്റുകളുണ്ട്. ഇന്ത്യ പാക് സംസ്കാരങ്ങൾ താരതമ്യം ചെയ്യുന്ന വീഡിയോകളും നിരവധിയാണ്. 2 മാസം മുമ്പ് ലാഹോർ അടക്കം സന്ദർശിച്ചതിൻ്റെ വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട്. ഒരു ഉദ്യോഗസ്ഥനുമായി പ്രത്യേകിച്ച് ബന്ധമുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന മറ്റൊരു വിവരം. പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ഡാനിഷ് എന്ന എഹ്സാനുർ റഹീമുമായി ജ്യോതിക്ക് ബന്ധമുണ്ട്. ഇയാൾ വഴി പാക് രഹസ്യാന്വേഷണ ഏജൻസികളുമായി ജ്യോതി ബന്ധം പുലർത്തിയെന്നാണ് കണ്ടെത്തൽ. വാട്സപ്പ്, ടെലഗ്രാം, സ്നാപ്ചാറ്റ് പ്ലാറ്റ്ഫോമുകൾ വഴി വിവരങ്ങൾ പങ്കിട്ടതിന് തെളിവുണ്ട്. ഹരിയാനയിലും പഞ്ചാബിലും പിടിയിലായ പാക് ചാരന്മാരുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. പാക് ചാര സംഘടനയിലെ അംഗത്തിനൊപ്പം ബാലി സന്ദർശിച്ചതായി കണ്ടെത്തലുണ്ട്. ഇന്ത്യൻ സൈനിക നീക്കവും സ്ഥലങ്ങളുടെ വിശദാംശങ്ങളും പങ്കുവച്ചു എന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ചാരവൃത്തി ആരോപിച്ച് എഹ്സാനുൽ റഹീമിനെ മെയ് 13-ന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി. ഭൂട്ടാൻ, ഇന്തോനേഷ്യ, ചൈന എന്നീ രാജ്യങ്ങളും യുവതി സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നഗരങ്ങളിലൂടെയും യാത്ര ചെയ്തിട്ടുണ്ട്. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ജ്യോതി നടത്തിയ യാത്രകളുടെ വീഡിയോകളും വലിയ ഹിറ്റാണ്. ഇന്ത്യൻ വിമാനയാത്ര, വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിലെ യാത്ര, ബസ് യാത്ര എന്നിവയെല്ലാം വിവിധ വീഡിയോകളിലായി പങ്കുവച്ചിട്ടുണ്ട്. 3 മാസം മുൻപ് 7 ദിവസം ജ്യോതി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി. തിരുവനന്തപുരം, ആലപ്പുഴ, കൊച്ചി, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളാണ് സന്ദർശിച്ചത്.
കശ്മീരിനെയും പകർത്തിയിട്ടുണ്ട് ജ്യോതി. 2024 ഡിസംബറിൽ ജ്യോതി മൽഹോത്ര കശ്മീർ സന്ദർശിച്ച് വീഡിയോകൾ പങ്കുവച്ചു. 2025 ജനുവരി ആദ്യം വരെ കശ്മീരിൽ നിന്നുള്ള വീഡിയോകൾ ജ്യോതിയുടെ അക്കൗണ്ടിലുണ്ട്. വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ വീഡിയോകളാണ് ജ്യോതി പങ്കുവച്ചത്. സോനാമാർഗ്, ശ്രീനഗർ, ഗുൽമാർഗ്, ദാൽ തടാകം തുടങ്ങിയവയുടെ വീഡിയോകളും കാണാം. ഇതാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഇവർ മാത്രമല്ല, ഏതാണ്ട് 7 പേർ തന്നെ ഈ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട് എന്നാണ് വിവരം. ഇവരുമായി നേരിട്ട് ബന്ധമുള്ള 5 പേർ പിടിയിലായിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സനീഷ്, ഇപ്പോൾ എല്ലാ കാലത്തും പാകിസ്ഥാൻ ഇന്ത്യയിൽ ചാരപ്രവർത്തനം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും അത് കൃത്യമായി തകർക്കാൻ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കാലത്താണ് ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ എനിക്ക് തോന്നുന്നു കുറച്ച് കാലം മുമ്പ് ഹണി ട്രാപ്പ് വിവാദം നമ്മൾ കേട്ടിരുന്നു. ഉദ്യോഗസ്ഥരെ ആ നിലയ്ക്ക് കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ആ നിലയ്ക്ക് സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. മറ്റൊരു തരത്തിലൊരു പാകിസ്ഥാനെക്കുറിച്ച്, അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് ഒക്കെ ഈ ഒരു ശത്രുരാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യയെ പരിഗണിക്കുമ്പോൾ ഇവിടെ മറ്റൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കിയെടുക്കുക എന്നതടക്കമുള്ള ലക്ഷ്യങ്ങൾ വെച്ച് ചിലപ്പോൾ പ്രവർത്തിച്ചതാവാം. അതിനപ്പുറത്ത് ചാരപ്പണി തന്നെയാവാം. ഇതൊക്കെ തെളിയേണ്ട വിഷയങ്ങളാണ്. എങ്കിൽ കൂടി ഇതാണ് വിവരം. ഈ വിവരം വെച്ച് നമുക്ക് എങ്ങനെയാണ് നോക്കിക്കാണാനാവുക? സത്യത്തിൽ ഹർഷൻ, എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ ചാരപ്രവൃത്തി എന്നുള്ളത്. ഈ വാർത്തകളിലൊന്നും കാണാനില്ല. ഇവർ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവർ അറസ്റ്റിലായിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഇവരൊരു സർക്കാർ ഒഫീഷ്യലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യരേഖകളിലേക്കും വിവരങ്ങളിലേക്കും ഒക്കെ നേരിട്ട് ആക്സസ് ഉള്ള എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളോ, അങ്ങനെ എന്തെങ്കിലും നേരിട്ട് ആക്സസ് ഉള്ള ഉദ്യോഗസ്ഥരുമായിട്ടോ മറ്റോ ബന്ധമുള്ള ആളോ, ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുമായിട്ട് വലിയ ബന്ധമുള്ള ആളോ ഒന്നും ആയിട്ട് നമ്മൾ ഇതുവരെ കിട്ടിയ വാർത്തകളൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് പോയതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാനിപ്പോൾ ജ്യോതി മൽഹോത്രയെ ചാരപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ജ്യോതി മൽഹോത്രയ്ക്കെതിരായിട്ടുള്ള നിറയെ കാര്യങ്ങൾ ഇങ്ങനെ ട്വിറ്ററിലും മറ്റും വരുന്നു എന്നല്ലാതെ ഇതെന്താണ് ഈ ചാരപ്രവൃത്തി എന്നും മറ്റും വിവരങ്ങൾ പൂർണ്ണമായിട്ട് ലഭ്യമല്ല. പിന്നെ നമുക്ക് പറയാവുന്നത് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു പാകിസ്ഥാൻകാരനായിട്ടുള്ള ചാരൻ, അയാൾ ചാരൻ തന്നെയായിരിക്കും. അയാളെ ഇന്ത്യ പുറത്താക്കുകയാണ് ചെയ്തത്. മറ്റു നടപടികളിലേക്കൊന്നും പോകുകയല്ല, പുറത്താക്കുകയാണ് ചെയ്തത്. അയാളുമായിട്ടൊരു ബന്ധം ഇവർക്കുണ്ട് എന്നാണ്. അയാളുമായിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ ഈ പറയുന്ന ചാരൻ, പാകിസ്ഥാൻ ചാരൻ ഇവരുടെ സൗഹൃദം മുതലെടുത്തതായിരിക്കുമോ? അതുകൊണ്ട് ചെന്ന് ഇവർ കേസിൽ ചെന്ന് പെട്ടതാണോ ഒന്നും നമുക്കറിയില്ല. ഇപ്പോൾ അച്ഛൻ്റെ ബൈറ്റ് കൂടെ വന്നതായിട്ട് കണ്ടു. ഇതിപ്പോൾ ചാരപ്രവർത്തനം എന്ന് വെച്ചാൽ ഇതുപോലെ വളരെ സെൻസിറ്റീവ്. അവരുടെ വീഡിയോ ട്രാവൽ വിത്ത് ജോ എന്ന് പറയുന്ന യൂട്യൂബ് പേജിൽ ഞാൻ കയറി നോക്കി. അതിനകത്ത് ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള ഒരു വീഡിയോ ഗേൾ ഇൻ പാകിസ്ഥാൻ, ഇന്ത്യൻ ഗേൾ ഇൻ പാകിസ്ഥാൻ എന്ന വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ. അതിന് 3,20,00,000 വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പാകിസ്ഥാനെ പറ്റിയൊക്കെ ആ നോർത്തിലെ ആ ഭാഗത്തിരുന്ന് വളരെ സാധാരണം എന്ന പോലെ പാകിസ്ഥാനിൽ പോയി യാത്ര ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്യുന്നൊരു പെൺകുട്ടി എന്താണ് ഇതിനകത്ത് നിന്ന് ചാരന്മാർക്ക് പാകിസ്ഥാന് കൈമാറിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഇപ്പോൾ ഇവിടുത്തെ ജിയോഗ്രഫിയുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ലൊക്കേഷനൊക്കെയാണ് കൈമാറിയെങ്കിൽ, വീഡിയോകളിലൂടെ കൈമാറിയതെങ്കിൽ അതിപ്പോൾ പാകിസ്ഥാനിലെ സ്ഥലങ്ങളും നമ്മൾക്ക് കാണാം. അല്ല, ഞാനിത് സംശയിക്കുകയല്ല. ഞാൻ പറയുന്നത് എനിക്ക് പൂർണ്ണ വിവരങ്ങൾ ലഭ്യമല്ല എന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹർഷൻ പറഞ്ഞ ഈ ഹണി ട്രാപ്പ് സംഭവം, നേരത്തെ ഒരാൾ, അതായത് DRDO എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വലിയ ഒഫീഷ്യൽ വിങ്ങിനകത്തെ സയൻറ്റിസ്റ്റായിട്ടുള്ള പ്രദീപ് കുരുൽക്കർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഈ പറയുന്ന ചാരപ്രവർത്തനത്തിന് പിടിയിലായിരുന്നു. അന്ന് അത് വലിയ ശ്രദ്ധ നേടിയ എന്താണെന്ന് വെച്ചാൽ, ഈ പ്രദീപ് കുരുൽക്കർ സംസ്കാർ ഭാരതി എന്ന് പറയുന്ന ഒരു RSS രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട വലിയ ബന്ധമുള്ള ഒരാളായിരുന്നു. ഞാനൊരു RSS പ്രവർത്തകനാണ്, ചെറുപ്പം മുതൽ ശാഖയിൽ പോകുന്ന ആളാണ് എന്ന് പറയുന്ന ആളായിരുന്നു പ്രദീപ് കുരുൽക്കർ. എൻ്റെ 4 തലമുറകൾക്ക് RSSുമായിട്ട് ബന്ധമുണ്ട് എന്ന് അദ്ദേഹം തന്നെയും പറയുന്നൊരു വീഡിയോ വലിയ പോപ്പുലറായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ കോൺഗ്രസ് ഇയാൾക്ക് RSS ബന്ധമുണ്ട്, BJP-കാരനാണെന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്, ഇപ്പോൾ പവൻ ഖേരയും കോൺഗ്രസ് വലിയ പ്രതിഷേധം വന്ന് ഉയർത്തിയിരുന്നു. ഇദ്ദേഹം വലിയ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിന് ഒഫീഷ്യൽ രേഖകളൊക്കെ അദ്ദേഹത്തിന് കൈവശം വെക്കാവുന്ന സാഹചര്യമുള്ള ആളായിരുന്നു. അദ്ദേഹം ഹണി ട്രാപ്പിൽ പെട്ടു. അവിടെ ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധത്തിലായി. ആ പെൺകുട്ടി അവിടുത്തെ ഒരു ചാര വനിതയായിരുന്നു. ആ ചാര വനിത ഇയാളിൽ നിന്ന് വാട്സപ്പ് വഴിയും മറ്റുമൊക്കെ ഒരുപാട് രേഖകൾ സംഘടിപ്പിച്ചു എന്നാണ് ആ കേസ് ഇപ്പോഴും നടക്കുകയാണ്. ഇയാൾ യർവാദ ജയിലിൽ, പൂനെയിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്, ജാമ്യമൊക്കെ നിഷേധിക്കപ്പെട്ടിട്ട്. അപ്പോൾ ആ വാർത്തയെ കണ്ടപ്പോൾ അത്ഭുതത്തോടെ നമ്മൾ വിചാരിക്കുന്നത്, നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരല്ല യഥാർത്ഥത്തിൽ ചാരപ്രവർത്തനത്തിൽ പിടിയിലാവുന്നത്. നല്ല വിദ്യാഭ്യാസവും മറ്റുമുള്ള ഈ രാജ്യത്തെ ഏറ്റവും വലിയ ദേശസ്നേഹ പ്രചോദിതമായിട്ടുള്ള സംഘടന എന്ന് അവകാശപ്പെടുന്ന RSSുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളാണ്.
അപ്പോൾ ഇത് കോൺഗ്രസ് ഉന്നയിച്ചപ്പോൾ അവിടുത്തെ മഹാരാഷ്ട്രയിലെ BJP നേതാക്കളും RSS നേതാക്കളും പറഞ്ഞു നിങ്ങളൊരു സംഘടനയെ കുറ്റം പറയരുത്, ഇത് സംഘടനയുടെ പ്രശ്നമല്ല, ഇൻഡിവിജ്വൽസിൻ്റെ പ്രശ്നമാണ്. നിശ്ചയമായിട്ടും അതിൽ ഞാൻ BJPക്കൊപ്പവും RSSൻ്റെ നേതാക്കൾക്കൊപ്പമാണ്. അതായത് അത് സംഘടനയുടെ കുഴപ്പമേ അല്ല, അതൊരു വ്യക്തിയുടെ കുഴപ്പമാണ്. ഈ വ്യക്തി പ്രദീപ് കുരുൽക്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ കുഴപ്പമാണ്. BJPക്കും RSSനും അക്കാര്യത്തിൽ യാതൊരു പങ്കാളിത്തമില്ല. നമ്മളെ കോൺഗ്രസ് പറഞ്ഞ ആക്ഷേപത്തെക്കുറിച്ചല്ല, ഞാൻ അതിനോട് ചേർന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ RSSും BJPയും ഈ ദേശസ്നേഹവും ഏറ്റവും കൂടുതൽ പറയുന്ന സംഘടനയാണ്. അതുകൊണ്ട് ഞങ്ങൾ അവരോട് തലമുറകളായിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് ഈ ബോസ്റ്റ് ചെയ്യുന്ന, അഹങ്കരിക്കുന്ന, പൊങ്ങച്ചം പറയുന്ന, നല്ല വിദ്യാഭ്യാസമുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ഈ പാകിസ്ഥാന് വേണ്ടിയിട്ട് ചാരപ്രവർത്തനം നടത്താൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ പട്ടിണി കിടന്നിട്ട് സാധാരണ അന്നത്തെ പണിയെടുത്ത് കൂലിയെടുത്ത് ജീവിക്കുന്ന ആളുകൾ ഒരു ചാരപ്രവർത്തനവും പാകിസ്ഥാന് വേണ്ടി ചെയ്യുന്നില്ല. സാധാരണ മനുഷ്യർ ജീവിതം ജീവിക്കുകയാണ്. ഇവർ ഈ പറയുന്ന വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇന്ന സംഘടനയിലാണെന്നൊക്കെ പറയുന്ന അഹങ്കാരം പറയുന്ന ആളുകളാണ് ഈ ചാരപ്രവർത്തനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ പെഹൽഗാമൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഈ പെൺകുട്ടിയുടെ അറസ്റ്റ് ഇപ്പോൾ വലിയ വർത്തമാനവും വാർത്തയും ഒക്കെ ആയിട്ടുള്ളത്. നമുക്ക് ബാക്കി വിവരങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതിൽ ഒരു കാര്യമേ ഉള്ളൂ, രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ആളുകൾ സാധാരണ അന്നന്നത്തെ ജീവിതം ജീവിക്കുന്ന സാധാരണ ഇന്ത്യക്കാരല്ല, മറിച്ച് ഇന്ത്യക്കാരൻ എന്നതിൻ്റെ ഈ പൊങ്ങച്ചമൊക്കെ അടിച്ചു നടന്ന എല്ലാ സൗകര്യത്തിലും ജീവിക്കുന്ന, ഈ തരത്തിൽ നല്ല സുഖിമാന്മാരായിട്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ രാജ്യത്തെ പുറത്തു കൊണ്ടുപോയി ഒറ്റിക്കൊടുക്കുന്നത് എന്ന കാര്യം നമ്മൾ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. പക്ഷേ ഈ സമയത്താണ് ഇന്നിപ്പോൾ അമിത് മാളവ്യ BJPയുടെ വക്താവാണല്ലോ, അമിത് മാളവ്യ പങ്കുവച്ച ഒരു ട്വീറ്റ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ ഒരു ഒറ്റുകാരൻ എന്ന നിലയ്ക്ക് ചിത്രീകരിക്കുന്ന, ആ നിലയ്ക്ക് ഷഹബാസ് ഷെരീഫിൻ്റെ പകുതി മുഖവും രാഹുൽ ഗാന്ധിയുടെ പകുതി മുഖവും ഒക്കെയായുള്ള ഒരു ചിത്രം വരെ പങ്കുവെച്ചുകൊണ്ടാണ് ആ നിലയ്ക്കുള്ള പ്രചാരണം നടത്തുന്നത്. അതായത് പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചില്ല, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. മാത്രമല്ല ഇന്ത്യയുടെ ജെറ്റുകൾ നഷ്ടമായോ എന്ന ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാരും ഉന്നയിക്കുന്ന ചോദ്യമാണ്. സ്വാഭാവികമായി അത് സംബന്ധിച്ചുള്ള പലതരം ചർച്ചകൾ ലോകവ്യാപകമായി നടക്കുന്നു. സ്വാഭാവികമായും പൗരൻ അറിയേണ്ടതുണ്ട്, ഇന്ത്യ അറിയേണ്ടതുണ്ട്, പ്രതിപക്ഷം ഉറപ്പായിട്ടും അറിയേണ്ടതുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ആ നിലയ്ക്ക് അവതരിപ്പിക്കുക എന്നത് എന്തായാലും പ്രധാനമന്ത്രിയെ ആ രീതിയിൽ അവതരിപ്പിക്കാൻ കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ തയ്യാറായിട്ടില്ല. പക്ഷേ തിരിച്ച് ഈ രീതിയിൽ ഇതിനെ രാഷ്ട്രീയം മാത്രം എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്തുള്ള ചില തലങ്ങളിൽ തന്നെ ഈ വിഷയത്തെ എടുക്കണം. കാരണം ഈ രാഹുൽ ഗാന്ധിയെ മാത്രം മുൻനിർത്തിയല്ല, ഞാൻ ഈ വിഷയത്തിൽ അറസ്റ്റിലായ ചില ആളുകളുടെ പേര് കൂടെ വായിക്കാം. ഒന്ന് ഈ ജ്യോതി മൽഹോത്ര, ദേവേന്ദ്ര സിംഗ് ധില്ലൻ, പാലക്ഷേർ മാൻസിഫ്, സൂരജ് മാസി, അക്ഷയ് രവി നായിക്ക്, വേതൻ ലക്ഷ്മൺ ടണ്ടൻ. കേട്ടല്ലോ, പേരുകളൊക്കെ കേട്ടല്ലോ. സാധാരണ ഇവിടെ എന്തെങ്കിലും ഒരു കേസുണ്ടായാൽ അല്ലെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ ഇവരൊക്കെ ഈ പേര് കൊണ്ടും രൂപം കൊണ്ടും ആളെ തിരിച്ചറിയാമെന്ന് പറഞ്ഞവർ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭരണനായകന്മാരൊക്കെ തന്നെയാണെന്നുള്ളത് ഓർക്കണം. അപ്പോൾ ആ രീതിയിൽ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥ കുഴപ്പക്കാർ ഇവരൊക്കെ കുഴപ്പക്കാരാണോ എന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ പോലും ഈ ആരോപണ വിധേയരായി ആദ്യം പിടിയിലായിരിക്കുന്ന ഈ കക്ഷികളൊക്കെ തന്നെ അങ്ങനെ പേര് കൊണ്ടും മതം കൊണ്ടും രൂപം കൊണ്ടും ഒന്നും തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളല്ല എന്നതുകൂടി ഈ സമയത്ത് ഓർക്കണം. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ മുഖേന പാക് ചാരസംഘടനയ്ക്ക് ജ്യോതി മൽഹോത്ര സുപ്രധാന വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് പ്രാഥമികമായി വെളിപ്പെട്ടത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ, ഉത്സവങ്ങളിൽ, തെരുവുകളിൽ, ഗലികളിൽ, മെട്രോ ട്രെയിനുകളിൽ, മാളുകളിലൊക്കെ സഞ്ചരിച്ച് ട്രാവൽ വ്ലോഗുകൾ പകർത്തുകയായിരുന്നു ഇവർ. പാകിസ്ഥാൻ, തായ്ലൻഡ്, ഇന്തോനേഷ്യ എന്നിങ്ങനെ വിദേശ രാജ്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ പാകിസ്ഥാനും ജ്യോതി സന്ദർശിച്ചുകൊണ്ടേയിരുന്നു. പാകിസ്ഥാനിലെ ഇന്ത്യൻ പെൺകുട്ടി, ഖറ്റാസ് രാജ് ക്ഷേത്രത്തിലെ ഇന്ത്യൻ പെൺകുട്ടി എന്നിങ്ങനെ ആകർഷകമായ ക്യാപ്ഷനുകളോടെ വീഡിയോകൾ 3 മാസം മുമ്പ് കേരളത്തിലും എത്തിയിരുന്നു എന്നാണ് അവരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഏറെ മുമ്പേ കപിൽ ജെയിൻ എന്നൊരാൾ എക്സ് അക്കൗണ്ടിൽ നിന്ന് NIAയെ ടാഗ് ചെയ്തുകൊണ്ട് ഈ സ്ത്രീയെ നിരീക്ഷിക്കണം എന്ന് കുറിച്ചതായുള്ള വാർത്തയും ഇതിനിടെ നമ്മൾ കണ്ടു. ഒരു സാധാരണക്കാരന് തോന്നിയ ഈ സംശയം നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് തോന്നിയില്ലേ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കേന്ദ്ര സർക്കാർ പരിപാടിയിൽ അടക്കം ഇവർ VIP പാസിൽ എങ്ങനെ പങ്കെടുത്തു എന്നതടക്കം ഇനി ഗൗരവമായി ചർച്ച ചെയ്യപ്പെടും. 2 ആഴ്ചക്കിടെ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ 12 പേർ ചാരപ്പണിക്ക് അറസ്റ്റിലായെന്ന വിവരവും പുറത്തു വന്നു. ഒരാൾ ഉത്തർപ്രദേശിൽ നിന്നും 6 പേർ പഞ്ചാബിൽ നിന്നും. ശൃംഖലയുടെ അടിവേരുകൾ വരെ നമ്മുടെ സംവിധാനങ്ങൾ അന്വേഷിക്കട്ടെ, കണ്ടെത്തണ്ടേ. RX അടുത്ത വിഷയത്തിലേക്ക്.